ഹെമിസ്ഫിയർ നമ്മൾ ഐസോമെട്രിക് വ്യൂ ജസ്റ്റ് ഒന്ന് വരച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. കാര്യം നമ്മൾ കോമ്പിനേഷൻസ് ഓഫ് സോളിഡ്സ് വരുമ്പോൾ ഹെമിസ്ഫിയർ വരുമ്പം വരയ്ക്കാൻ നിൽക്കുന്നതിനെക്കാട്ടി നമ്മൾ അതെങ്ങനെ ആ ഒരു സർഫസ് സെറ്റ് ചെയ്ത് വരയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഒരു ഫുൾ സ്ഫിയർ ഇതാണെന്ന് വയ്ക്കുക. അപ്പോൾ ആ ഫുൾ സ്ഫിയറിൻ്റെ നടുക്ക് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നടുക്ക് വെച്ച് കട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം ആ നടുക്കത്തെ പോർഷൻ എന്ന് പറയുന്ന ഒരു സർക്കുലർ സർഫസ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ സർക്കുലർ സർഫസിന് ഒരു പോർഷൻ, ഒരു അപ്പർ ഹാഫും ഒരു ലോവർ ഹാഫും വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇപ്പം നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു എലിപ്റ്റിക്കൽ ഷേപ്പ് പോലെ നോക്കും. ഇവിടെ നിന്ന് ഇത് സെൻറ്ററാണ്, ഇവിടെ നിന്നാണ് റേഡിയസ്. അപ്പം ആ ഒരു സർക്കുലർ സർഫസ്, റേഡിയസ്, താഴേക്ക് റേഡിയസ്. അപ്പോൾ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു തേങ്ങ എടുത്തിട്ട് രണ്ടായിട്ട് മുറിക്കുന്ന സമയത്ത് ഒരു ഹാഫ് എന്ന് പറയുന്നത് ഈ ഷേപ്പിലിരിക്കും അല്ലേ. കോക്കനട്ട് അത് തന്നെ സാധനം. അപ്പോൾ നമ്മളിപ്പോൾ ക്രിക്കറ്റ് ബോളാണെങ്കിൽ രണ്ടായിട്ട് ഭാഗിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഏതാണ്ട് ഈ സാധനമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെമിസ്ഫെറിക്കൽ പോർഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലാറ്റ് സർഫസ് ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ സർക്കുലർ ഷേപ്പിലുള്ള ഈ ഫ്ലാറ്റ് സർഫസ്. ഈ ഫ്ലാറ്റ് സർഫസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത, ഈ ഫ്ലാറ്റ് സർഫസ് എന്ന് പറയുന്നത് ഫേസിങ് അപ്വാർഡ്സ് ആണ്. ഫ്ലാറ്റ് സർഫസ് മുകളിലേക്ക് എന്ത് ചെയ്യാണ്, ഫേസ് ചെയ്തിരിക്കുകയാണ്. ഈ ഫ്ലാറ്റ് സർഫസ് മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കുമ്പോൾ എന്ന കണ്ടീഷനും വരും. അതേസമയം നമുക്കൊരു ഫ്ലാറ്റ് സർഫസ് താഴേക്ക് ഇത് ഇപ്പോൾ ഫ്ലാറ്റ് സർഫസ്, സർക്കുലർ സർഫസ്, അത് ഈ ഒരു സർഫസ് താഴേക്ക് ഫേസ് ചെയ്തിരിക്കുന്ന ഇതും വരും. അപ്പം ഇവിടെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദ ഫ്ലാറ്റ് സർഫസ് ഫേസിങ് ഡൗൺവേർഡ്സ്. അപ്പോൾ ഫ്ലാറ്റ് സർഫസ് മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന വരും, താഴേക്ക് ഫേസ് ചെയ്യുന്ന കണ്ടീഷനും വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു പർട്ടിക്കുലർ ഞാനിപ്പോൾ നമുക്ക് റേഡിയസ് ഇപ്പോൾ ഒരു 20 ആയിട്ടുള്ള ഒരു ഹെമിസ്ഫെറിക്കൽ സർഫസ് വരയ്ക്കാനായിട്ട് പോകാം. രണ്ട് കണ്ടീഷൻസ് ഉണ്ടാവും. ഫ്ലാറ്റ് സർഫസ് ഫേസിങ് അപ്വാർഡ്സും വരാം, ഫ്ലാറ്റ് സർഫസ് ഫേസിങ് ഡൗൺവാർഡ്സും വരാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടീഷൻ വരയ്ക്കാൻ പോകുന്നത് ഫ്ലാറ്റ് സർഫസ് ഫേസിങ് അപ്വാർഡ്സ്. ഇപ്പം നമുക്ക് ആ ഒരു സർഫസ് ഫേസിങ് അപ്വാർഡ്സും ഡൗൺവാർഡ്സും വരുമ്പോഴത്തേക്ക് എങ്ങനെ ആ ഒരു സർഫസ് സെറ്റ് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല. ജസ്റ്റ് അപ്വാർഡ്സ് ഇരിക്കുമ്പോഴും ഈ ഒരു ഷേപ്പിലും നമുക്ക് എങ്ങനെ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യുന്നുള്ളൂ എന്ന് പറയുന്നുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു XY ലൈൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരച്ചു. XY ലൈൻ വരച്ചതിന് ശേഷം അടുത്ത പണി എന്ന് പറയുന്നത് നമുക്കുള്ളതിൻ്റെ പ്ലാൻ എലിവേഷൻ. പ്ലാൻ വരയ്ക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ എന്താണ്, ഈ സർക്കുലർ സർഫസാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ സർക്കുലർ സർഫസ് ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ വരയ്ക്കുന്നു. 20 മില്ലിമീറ്ററാണ് അവിടുത്തെ റേഡിയസ്. അപ്പോൾ റേഡിയസ് 20 മില്ലിമീറ്റർ വെച്ചുകൊണ്ട് 20 എടുക്കും. നമ്മൾ 20 മില്ലിമീറ്റർ റേഡിയസ് വെച്ചുകൊണ്ട് ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ആ ഒരു സർഫസ് വരയ്ക്കുകയാണ്. അപ്പോൾ ഹെമിസ്ഫെറിക്കൽ സർഫസാണ്. അപ്പോൾ വേണമെങ്കിൽ ഇനിയിപ്പോൾ ഈ സർഫസിൽ ഞാൻ എന്ത് കൊടുത്തു കഴിഞ്ഞാൽ, പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ, ഇൻ കേസ് ഐ ആം പുട്ടിങ് എന്താണ് ABCD എന്ന് പറയുന്ന പോയിൻറ്റ്സ് ഇൻ ദ സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ. ഈ ഒരു സർക്കിളിൻ്റെ ഈ ഒരു സർക്കംഫറൻസ്, ഈ ഒരു പോയിൻറ്റിൽ A, ഇവിടെ B, ഇവിടെ C, ഇവിടെ D എന്ന് കൊടുക്കുന്നു വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എലിവേഷൻ വരയ്ക്കുമ്പോൾ ആലോചിച്ചോളണം. എലിവേഷൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കണം. XY ലൈനിൽ നിന്നാണല്ലോ തുടങ്ങുന്നത്. XY ലൈനിൽ നിന്ന് മേളിലേക്ക് നമ്മുടെ എന്താണ് ഈ റേഡിയസ് 20 ആണ്. അപ്പോൾ 20 എടുത്ത് മേളിൽ കട്ട് ചെയ്താൽ ഇവിടെയാണ് അതിൻ്റെ സെൻറ്റർ കിട്ടുന്നത്, O എന്ന് പറഞ്ഞ സെൻറ്റർ, അതായത് ഈ ഒരു സെൻറ്റർ O. അപ്പോൾ അത് വെച്ചുകൊണ്ട്, ആ ഓയിൽ വെച്ചുകൊണ്ട് 20 റേഡിയസിൽ, അതായത് ഈ ഒരു ഇവിടെ ടച്ച് ചെയ്ത് പോകുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു സർഫസ് ഇങ്ങനെ വരയ്ക്കേണ്ടി വരും. താഴേക്ക് ഹെമിസ്ഫെറിക്കൽ, അത് ഫ്ലാറ്റ് സർഫസ് എന്ന് പറയുന്നത് മുകളിലല്ലേ വരുന്നത്, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഫ്ലാറ്റ് സർഫസ്. ഈ ഫ്ലാറ്റ് സർഫസ് എന്താണ്, മേളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ നോക്കിയേ. ഈ ഫ്ലാറ്റ് സർഫസ് എങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുക, മുകളിലേക്ക് ഫേസ് ചെയ്തിരിക്കുക. അപ്പോൾ ഇതാണ് ഫ്ലാറ്റ് സർഫസ് ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് A' ഒക്കെ കാണിക്കണമെങ്കിൽ അതുകൊണ്ട് ഇവിടെ നേരെ നമ്മൾ വരച്ച് വെച്ചാൽ ഇവിടെ വരാണ്ട് ഇവിടെയാണ് A' വരുന്നത്. ദിസ് ഈസ് A', ബിയും ഡിയും ഒക്കെ ഈ ഒരു സർഫസിൽ വരും. B', D', ഈ സർഫസിൽ. ഫ്ലാറ്റ് സർഫസ് ഇവിടെയാണ് C', അല്ലാതെ ഇവിടെ താഴെ ഒന്നും മാർക്ക് ചെയ്യാനില്ല. അപ്പോൾ ABCD ഒക്കെ നമ്മൾ മുകളിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സർഫസിലേ വരത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്ലാനും എലിവേഷനും ഇങ്ങനെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വരയ്ക്കേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു സർഫസ് മാത്രമേ എനിക്ക് ഇവിടെ മാർക്ക് ചെയ്യാനുള്ളൂ. ഈ ഒരു സർഫസ് മാത്രമേ എനിക്ക് മാർക്ക് ചെയ്യുള്ളൂ. ആ സർഫസിൻ്റെ ഷേപ്പ് എന്താ, സർക്കിളാണ്. അപ്പോൾ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സർക്കിൾ ഞാൻ എന്തിനകത്താക്കി, നമ്മുടെ ബോക്സിനകത്താക്കി. സർക്കിൾ കണ്ടുടനെ ബോക്സിനകത്താക്കാൻ നിൽക്കരുത്. ഈ സർഫസ് നോക്കിയിട്ട് അതിൻ്റെ ഷേപ്പ് എടുത്ത് വെച്ച് ബോക്സിനകത്താക്കാൻ നോക്കുക. സർക്കിൾ കണ്ടുടനെ ബോക്സ് ആക്കുകയെന്ന് പഠിക്കരുതേ, എല്ലാം അങ്ങനെ പഠിച്ച് വെക്കരുത്. അപ്പോൾ ഇതായി. അപ്പോൾ ഇതിന് റെസ്പെക്റ്റീവായിട്ട് എനിക്കൊരു ഐസോമെട്രിക് വരയ്ക്കണം, വ്യൂ വരയ്ക്കുന്നതിന് ഞാനിവിടെ ഒരു പോയിൻ്റ് എടുത്തു. ഇവിടെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇത് 1, 2, ഇത് 3, ഇത് 4 ആണെന്ന് വയ്ക്കുക. അപ്പോൾ 1, 2, 3, 4 എന്ന് പറയുന്ന ഈ 4 പോയിൻറ്റ്സ് കറസ്പോണ്ടിങ് ആയിട്ട് ഞാനിപ്പോൾ 1 എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്തു,
മാർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റ് റൈറ്റ് എത്ര ഡിഗ്രി എടുക്കണം? 30 ഡിഗ്രി എടുക്കണം. ഇപ്പോൾ എത്രയാണ്? 30 ഡിഗ്രി റൈറ്റും 30 ഡിഗ്രി ലെഫ്റ്റും. അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇത് ഒരു ലൈൻ, ഇതിപ്പോൾ കറക്റ്റ് ലൈറ്റായിട്ടാണ് ഞാൻ വരയ്ക്കുന്നത്. എങ്ങനെയാണ് ലൈറ്റ് വരയ്ക്കേണ്ടത് ആ രീതിയിൽ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ലൈറ്റ് വരയ്ക്കുന്നത്. ലൈൻസ് വരച്ചു. എന്നിട്ട് റെസ്പെക്റ്റീവായിട്ട് ഈ 1 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണെങ്കിൽ 1-ൽ നിന്ന് എത്ര ഡിസ്റ്റൻസ്, ഇത്രയും ഡിസ്റ്റൻസ് മാറി 2 എന്ന് പറയുന്ന പോയിൻ്റ് കൂടെ മാർക്ക് ചെയ്യണം. 1-ന്ന് 2 ആയിരിക്കും, 1-ന്ന് 4 ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം എല്ലാ ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അതിപ്പോൾ അതുകൊണ്ട് ഞാനത് തന്നെ ഇതിൽ കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ പോയിൻറ്റും കിട്ടി. അപ്പോൾ 1, ഈ പോയിൻ്റ് 2, ഇത് 3 വരും, ദിസ് ഈസ് 4. 1 2 3 4 അത് ജോയിൻ ചെയ്തെടുത്താൽ മതി. ഡാർക്കായി പോട്ടെ. 1 2 3 4 ആയി. നെക്സ്റ്റ് നമ്മൾ എന്താണ്, ഈ ഒരു സർക്കുലർ സർഫസ് ആണ്. അതപ്പോൾ എന്ത് വരും? എലിപ്റ്റിക്കൽ ഫോമിലേക്കാണ് വരുന്നത്. അപ്പോൾ എലിപ്റ്റിക്കൽ ഫോമിലേക്കാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലേക്ക് അല്ലേ, അതായത് 1 4ൻ്റെ സെൻറ്റർ, 1 4ൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ 1 4ൻ്റെ സെൻറ്റർ അത് തന്നെയായിരിക്കും എല്ലാ സ്ഥലത്തും. നമ്മൾ റേഡിയസ് അല്ലേ, സർക്കിളിൻ്റെ റേഡിയസ് തന്നെയായിരിക്കും അതിൻ്റെ സെൻറ്ററായിട്ട് വരുന്നത്. അതുകൊണ്ട് ആ സെൻറ്റേഴ്സ് നമുക്ക് എലിപ്സ് വരയ്ക്കാൻ അറിയാം. ഇവിടെ നിന്ന് എന്താണ്, ആ സർഫസ് സർക്കിളാണെങ്കിൽ അതിനെന്താണ് എലിപ്റ്റിക്കൽ ഫോമിലേക്ക് കൊണ്ടുവരിക. ഇവിടെ നിങ്ങോട്ടേക്ക് ഓപ്പോസിറ്റ് സൈഡ്സിലേക്ക് വരച്ചു. 3-ൽ നിന്ന് ഓൾറെഡി നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്, കോണിൻ്റെയും സിലിണ്ടറെയൊക്കെ വരച്ചില്ലേ, അതേപോലെ ഈ സർക്കുലർ സർഫസും എന്താണ് എലിപ്റ്റിക്കൽ ഫോമിലേക്ക് അതേപോലെ ആക്കുക, എലിപ്റ്റിക്കൽ ഫോമിലേക്ക് വന്നു. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പാർട്ടിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വേറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാത്തത്. അപ്പോൾ ഈ സർക്കിൾ ഇവിടെ എന്താവുന്നു, എലിപ്സ് ആവുന്നു. ഇപ്പോൾ എലിപ്സ് വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ആ വരയ്ക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഞാനൊന്ന് ജസ്റ്റ് ലൈറ്റായിട്ട് വരയ്ക്കാം. ഇത്തിരി പ്രഷർ കൊടുത്താൽ അങ്ങ് ഡാർക്കായി പോകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരയ്ക്കുന്നത് കേട്ടോ. HB ആണ് ഇതിൽ കിടക്കുന്ന ലെഡ്, അതുകൊണ്ട് ഇത്തിരി പുഷ് ചെയ്യാം. ചെറിയ പ്രശ്നങ്ങളുണ്ടായില്ല എനിക്ക് തോന്നുന്നു. അതുപോലെ ഇവിടെ ഓക്കെ. ഇപ്പം നമുക്ക് ഇത് മുകളിലോട്ടിരിക്കുകയല്ലേ, അപ്പോൾ ഇതെന്തായാലും ഡാർക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഡാർക്കാക്കി ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി കറക്റ്റ് ഇതിൻ്റെ മുകളിൽ വന്നൊന്ന് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ആ ഡാർക്ക് ലൈറ്റ് ആക്കുന്നതിലുള്ള കൺഫ്യൂഷൻസ് എനിക്കുണ്ട് കേട്ടോ. അല്ല എന്ന് പറഞ്ഞാൽ ഇത് കോമ്പസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കവർ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാനിപ്പോൾ കൈ കൊണ്ട് വരച്ചു. നെക്സ്റ്റ് ഇനി അടുത്ത പരിപാടി ഇത് ഹെമിസ്ഫിയർ ആക്കാൻ ഇത്ര മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ ഡയഗണൽസ് വരച്ച്, ഈ സ്ക്വയറിൻ്റെ ഡയഗണൽസ് വരച്ച് ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക. അതുകൊണ്ട് അതിൻ്റെ സെൻറ്റർ കിട്ടി. എന്നിട്ട് ഈ സെൻറ്ററിൽ നിന്ന് വേണ്ട ഇതിൻ്റെ ഹെമിസ്ഫിയർ നമ്മൾ വരച്ചല്ലോ, ഈ ഒരു ഇതില്ലയോ നമ്മുടെ എലിപ്സിൻ്റെ അറ്റം, ഈ എലിപ്സിൻ്റെ അറ്റത്ത് വെച്ചിട്ട് വേണ്ട താഴേക്ക് ഇങ്ങനെ ഒരു കർവ് ഇങ്ങനെ വരച്ചാണ്ട് ഇതിൽ കൊണ്ടുവന്ന് ടാൻജൻറ്റ് മുട്ടിച്ചാണ്. അതുകൊണ്ടാ ഇപ്പോൾ ഹെമിസ്ഫിയർ അപ്പുറത്തോട്ട് മുകളിലേക്ക് ഫേസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരു ഫിഗർ കിട്ടും. ഇതാണ് ഹെമിസ്ഫെറിക്കൽ സർഫസ് ഫേസിങ് അപ്വാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെമിസ്ഫെറിക്കൽ സർഫസ് ഫേസിങ് അപ്വാർഡ്സ് എന്ന് വരുന്ന കേസിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സാധനം ഫോമുലേറ്റ് ചെയ്തെടുക്കാം. ഹെമിസ്ഫെറിക്കൽ സർഫസ് ഫേസിങ് അപ്വാർഡ്സ്. ഇനി ഹെമിസ്ഫെറിക്കൽ സർഫസ് ഫേസിങ് ഡൗൺവാർഡ്സ് ആണെങ്കിൽ നമുക്ക് ഇതിങ്ങനെ വരും. ഇതിങ്ങനെ മുകളിലിട്ട് ഇരിക്കുന്നതിന് വരെ ഇത് താന്ന് വരും, തിരിച്ച് തല ഇറങ്ങി വരും. അതിപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. അതും കൂടി വരയ്ക്കുന്ന നോക്കിയിട്ട് നമുക്ക് ബാക്കി പഠിക്കാം. അപ്പോൾ ഇവിടെ തന്നെ വരയ്ക്കാറ് അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ലൈൻ ഇട്ടിട്ട് ഇതിലെടുത്ത് വെച്ച് വരച്ചാൽ പണി കിട്ടും. ആണല്ല, അതിൻ്റെ ലെഡ് ശരിയല്ല, കയറി ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട്
നമ്മൾ ഈ കർവ് എടുത്തപ്പോൾ കറക്റ്റ് വന്നില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ലെഡ് പെൻസിൽ മാറ്റി ഇത് ഉപയോഗിക്കാം. ഇത് കണ്ട ലെഡ് അങ്ങോട്ട് കയറി ഇറങ്ങി വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ കർവ് എടുത്തപ്പോൾ സ്മൂത്ത് കിട്ടാത്ത. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇപ്പോൾ ഫ്ലാറ്റ് സർഫസ് ഫേസിങ് അപ്വാർഡ്സ് ആണ് നമ്മളിവിടെ ചെയ്തത്. ഇനി നമുക്ക് രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താ? ഫ്ലാറ്റ് സർഫസ് ഓഫ് ഹെമിസ്ഫിയർ. ഹെമിസ്ഫിയറിൻ്റെ ഫ്ലാറ്റ് സർഫസ് അല്ലേ? ഫ്ലാറ്റ് സർഫസ് ഓഫ് ഹെമിസ്ഫിയർ ഫേസിങ് ഡൗൺവാർഡ്സ്. അപ്പം ഫ്ലാറ്റ് സർഫസ് ഫേസിങ് ഡൗൺവാർഡ്സ് ആണ് വരുന്നതെങ്കിൽ നമുക്കതെങ്ങനെ പ്ലേസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, എക്സ് വൈ ലൈൻ. ഫസ്റ്റ് ഓഫ് ഓൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? പ്ലാൻ ഇതേ ഡയമെൻഷൻ തന്നെ, റേഡിയസ് 20 മില്ലിമീറ്ററിലുള്ള ഒരു ഹെമിസ്ഫിയർ ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം അതിൻ്റെ പ്ലാൻ എലിവേഷനും വരയ്ക്കണം. പ്ലാൻ വരയ്ക്കുമ്പോഴത്തേക്ക് എന്താണ്? ഇതേപോലെ മേളിൽ നോക്കുമ്പോഴത്തേക്ക് പ്ലാൻ എന്ന് പറയുന്നത്, നമ്മൾ മേളിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഫ്ലാറ്റ് സർഫസ് ഫേസിങ് അപ്വാർഡ്സ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും അല്ലേ? സോറി, ഡൗൺവാർഡ്സ് ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതെങ്ങനെ ഇരിക്കുന്നത്? മുകളിൽ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു സർക്കിൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഔട്ടർ പ്രൊഫൈലിൽ കാണാനായിട്ട് പറ്റും. ഇപ്പോൾ ഞാനൊരു 20 മില്ലിമീറ്റർ ഔട്ടർ പ്രൊഫൈൽ ഡാർക്കായിട്ട് തന്നെ വരയ്ക്കുക ആ ഒരു സർക്കിൾ. നെക്സ്റ്റ് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതിൻ്റെ എലിവേഷൻ വരയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു സർഫസിലാണ് ഞാൻ വരച്ചിരിക്കുന്ന ഈ ഒരു കർവ്ഡ് സർഫസാണ്. അപ്പോൾ ഈ സർഫസിലാണ് ഇപ്പോൾ നെയിം ചെയ്യുന്നുണ്ടെങ്കിൽ ABCD എന്ന് നമ്മൾ നെയിം ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ ആ ഒരു കർവ്ഡ് സർഫസ് എന്ത് ചെയ്യുന്നു? ഇവിടെ നെയിം ചെയ്യുന്നു. എന്താണ്? ഇത് A, ഇത് B, ഇത് CD. അപ്പോൾ ഈ സെൻറ്ററിൽ O എന്ന് കൊടുക്കാം. അപ്പോൾ ഈ സർക്കിളിൻ്റെ സെൻറ്റർ O എന്ന് കൊടുത്തു. ഇനി ഇതിന്ന് എലിവേഷനിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ വരെ. അപ്പോൾ ഫസ്റ്റ് സെൻറ്ററിൽ നിന്ന് തന്നെ പിടിക്കാം, വേറെ ഒന്നും നോക്കണ്ട. സെൻറ്ററിൽ നിന്ന് മേളിലേക്ക് പിടിക്കാം. റേഡിയസ് എത്രയാണെന്ന് നോക്കുക. റേഡിയസ് എത്രയാണ്? 20 അല്ലേ? അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് മേളിലേക്ക് 20 റേഡിയസ്. അപ്പം ഇവിടം വരെ പോകുമായിരിക്കും. നമ്മുടെ സെൻറ്റർ ഇവിടെയാണ്, O താഴെയാണ്, ബേസിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ സർഫസ് എങ്കിൽ ഈ O എന്ന് പറയുന്നത് ഇവിടെ തന്നെ കിടക്കുന്നത്. ദിസ് ഈസ് എ സെൻറ്റർ. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്ന് മുകളിലേക്ക്, ഇപ്പോൾ ഈ സർഫസ് താഴേക്കല്ലേ കിടക്കുന്നത്. അപ്പോൾ മുകളിൽ നോക്കുമ്പം നമ്മൾ സർക്കിൾ കണ്ടു. ഫ്രണ്ട് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ വ്യൂ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എന്താണ്? ഈ സർഫസ് ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ വ്യൂ കിട്ടുന്നത്. അപ്പോൾ അത് മനസ്സിൽ സങ്കല്പിച്ചിട്ട് വേണം. ഇങ്ങനെയായിരിക്കും നമ്മുടെ റേഡിയസ്. അതായത് ഈ ഒരു സൈഡിൽ നിന്ന് റേഡിയസ് നമുക്ക് ഇങ്ങനെ കിട്ടും. അതായിരിക്കും അതിൻ്റെ ഫ്രണ്ട് വ്യൂ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണെങ്കിൽ A എന്ന് പറയുന്നതിൻ്റെ A' ഇതാ ഇവിടെ കിടക്കുന്നത്, ഈ സർഫസിലാണ്. ഇത് നമ്മുടെ സർക്കുലർ സർഫസ് A'. Bയും Dയും ആണെങ്കിൽ ഇത് B', D' ഇവിടെ വരും. C എന്ന് പറയുന്ന C' ഇവിടെ വരും. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്നതിന് മുമ്പുള്ള ഓർത്തോഗ്രാഫി. ഇപ്പോൾ C എന്ന് പറയുന്നത് നമ്മൾ കണക്ട് ചെയ്താൽ ഇവിടെ കിട്ടും ഓർത്തോഗ്രാഫി വ്യൂ. അപ്പോൾ ഇതിൽ സർഫസ് നോക്കുമ്പോൾ ഇത് ബേസിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു സർഫസ് സർക്കുലർ ഷേപ്ഡ് ആണ്. അപ്പോൾ ആ സർക്കിൾ എന്തിനകത്താക്കി? ആ സർഫസ് നോക്കിയതിന് ശേഷം അത് സർക്കുലർ ഫേസ്ഡ് ആണെന്ന് മനസ്സിലാക്കി അതെന്തിനകത്താക്കി? നമ്മുടെ സ്ക്വയറിനകത്താക്കി. എന്നിട്ടാണ് ഞാനിത് സ്ക്വയർ വരയ്ക്കാനായിട്ട് പോകുന്നത്. ചരിഞ്ഞു വേണേ, അവിടെ നിന്ന് വരയ്ക്കുമ്പോഴത്തേക്ക് ചരിഞ്ഞു പോയി തോന്നി. എന്നിട്ട് ഈ സ്ക്വയർ ഞാൻ പേര് കൊടുക്കുന്നു 1 2 3 4. ഞാൻ ഇവിടെ വരയ്ക്കുക. XY ലൈൻ അല്ല, ഒരു പോയിൻറ്റ്. ഇതെന്ന് പറഞ്ഞാൽ എന്തെടുത്തു? 1 എടുത്തു. ആ സർഫസിൽ നമുക്ക് ഈ സർഫസ് സർക്കിൾ എന്ന് പറയുന്ന എലിപ്സ് ആണ്. ആ എലിപ്സ് ആക്കാൻ വേണ്ടി ഈ സർക്കിൾ നമ്മൾ റെക്റ്റാങ്കിൾ ആക്കി, സ്ക്വയറിനകത്താക്കി ആ സ്ക്വയർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നു. സ്ക്വയർ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉടൻ 30 ഇപ്പോൾ എന്താ? ഈ ഡിസ്റ്റൻസ് ഇത് 30 ഡിഗ്രി, ഇത് 30 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് 1ൽ നിന്ന് എന്തിലാണ്? 2ലേക്ക്. അപ്പോൾ ആക്ച്വലി അത് ഏതാണ്ട് ഈ ഒരു ഡയമീറ്റർ തന്നെ വരും. അതായത് നമുക്കിപ്പോൾ 40 ആണെങ്കിൽ ഇതാ നിങ്ങളെ നാളെ നോക്കിയാൽ അറിയാം, 40 ആണ് മൊത്തം ഡയമീറ്റർ ആയിട്ട് വരുന്നത്. 40 തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് ഈ 1 to 2 ഡിസ്റ്റൻസ് ആയാലും 1 to 4 ആയാലും 2 to 3 ആയാലും 4 to 3 ആയാലും അതേ ഡിസ്റ്റൻസ് വരും. അപ്പോൾ 1 to 2 ഡിസ്റ്റൻസ് അപ്പുറത്തേക്ക് മാർക്ക് ചെയ്തു, ലെഫ്റ്റിലേക്ക് മാർക്ക് ചെയ്തു, വേറെ എന്താ? അപ്പോൾ 1ൽ നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു, 1ൽ നിന്ന് 4ലേക്കുള്ള ഡിസ്റ്റൻസ് അവിടെ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് 3 കിട്ടാൻ വേണ്ടി 2ൽ നിന്ന് അതൊരു ഡിസ്റ്റൻസ് എടുക്കുക അല്ലേ? 3ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് ആർക്ക് കട്ട് ചെയ്തു. നെക്സ്റ്റ് 4ൽ നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ്, 4ൽ നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് 1 2 3 4 3 എന്ന് പറയുന്ന പോയിൻറ്റ് ഇവിടെ കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം?
അതും കൂടി ജോയിൻ ചെയ്യാം. അതിൻ്റെ സെൻറ്റർ കൂടി കണക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതും ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ സൈഡ്സിൻ്റെ സെൻറ്റർ ആണ് ഇവിടെ ഒന്ന് ജസ്റ്റ് അപ്പുറത്തോട്ട് മാറിപ്പോയി കേട്ടോ. ഇതാണ് ഈ കറക്റ്റ് മേളിൽ കിട്ടാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ് എനിക്ക്, മനസ്സിലായില്ലേ? ആ ചെറിയ വേരിയേഷൻ മതി, നമ്മൾ ആ എലിപ്സിൻ്റെ ആ ഒരു ഷേപ്പ് അങ്ങ് മാറും. എലിപ്സിൻ്റെ ഷേപ്പ് എന്നല്ല, കറക്റ്റ് നമുക്ക് കൂട്ടിമുട്ടുന്നില്ല, കറക്റ്റ് മുകളിൽ കിട്ടുന്നില്ല, വീണ്ടും അതുപോലെ തന്നെ വരയ്ക്കും ഉണ്ടോ എന്ന് മാറി. ഇതിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ സെൻറ്ററിലേക്കുള്ള ഡിസ്റ്റൻസ് 4ൻ്റെ പാതി 2 ആയിരിക്കും അല്ലേ? അപ്പോൾ 4ൻ്റെ പാതി 2 ആണ്. നമ്മൾ എലിപ്സ് വരയ്ക്കാൻ ഇത് ഈ ഒരു പോയിന്റിൽ നിന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യും? ലൈൻസ് വരയ്ക്കും. അപ്പോൾ ഇതുവരെ നേരത്തെ ചെയ്ത പോലെ തന്നെ അല്ലേ, വേറെ മാറ്റമൊന്നുമില്ലല്ലോ. ഈ എലിപ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് 1 എന്ന് പറയുന്ന പോയിന്റ് കുത്തിയിട്ട് ഇതുവരെയുള്ള റേഡിയസ് ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? എലിപ്സ് കംപ്ലീറ്റ്. ആ ഡോട്ടിട്ട് വരുന്നതാണ്, ലൈറ്റ് വരച്ചാൽ മതിയായിരുന്നു. പോട്ടെ, പിന്നെ നമുക്ക് മായ്ക്കാം. ഓൾമോസ്റ്റ് ഇനി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും കോമ്പസ് കുത്തി ഇതുവരെയുള്ള റേഡിയസ് ആക്കി. പ്രശ്നമുണ്ട്. ഇപ്പോഴും സാർ ഇനിയപ്പോൾ ഇനി എലിപ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ഇതിൻ്റെ സെൻറ്റർ എലിപ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഹെമിസ്ഫിയർ ആയിട്ട് ഇതിനെ മാറ്റുന്നതിന് വേണ്ടി ഈ റെക്റ്റാങ്കിൾ ഈ സ്ക്വയറിൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കുക അല്ലേ? സ്ക്വയറിൻ്റെ സെൻറ്ററായി O എന്നായി. അപ്പോൾ ഈ സെൻറ്റർ വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ നേരത്തെ ചെയ്തത് എങ്ങനെയായിരുന്നു? ഈ സെൻറ്റർ വെച്ചിട്ട് ഇതിൻ്റെ എലിപ്സിൻ്റെ ഇങ്ങനെ അറ്റം വെച്ചിട്ട് താഴേക്ക് ഒരു ആർക്ക് ഇങ്ങനെ വരച്ചല്ലേ? അപ്പോൾ എന്തായി മാറി? ഹെമിസ്ഫിയർ മുകളിലേക്ക് സർഫസ് ചെയ്യുന്നത്. ഇത് താഴേക്ക് ഇങ്ങനെ ആർക്ക് വരയ്ക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ നിന്ന് ആർക്ക് ഇങ്ങനെ വരയ്ക്കുക, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നിന്ന് ആർക്ക് ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ, അതായത് ജസ്റ്റ് ഒന്ന് നോക്കിയോ, അതുകൊണ്ട് ആർക്ക് ഇതാ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഈ ഒരു സർഫസിൻ്റെ പ്രത്യേകത കൊണ്ട് ഇതിങ്ങനെ പോവും. അപ്പോൾ ഇത് ആർക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡാർക്ക് വരും. ഇതിനകത്തുള്ള ഇത്രയും പോർഷൻ ഇല്ലയോ, നമുക്ക് എലിപ്സിൻ്റെ ഈ ഒരു പോർഷൻ, എലിപ്സിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് എന്തായിട്ട് കാണിക്കാം? ഡോട്ടായിട്ട് കാണിക്കാനും പറ്റും. അകത്തുള്ള പോർഷൻ ഡോട്ടായിട്ട് കാണിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് അപ്പോൾ അപ്പാട് ഫേസ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ എന്തായി? എലിപ്സ് ഹെമിസ്ഫെറിക്കൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഈ സർഫസ് എന്ന് പറയുന്നത് എങ്ങനെയായി? ഡൗൺവാർഡ് ഫേസ് ചെയ്യുന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ ഇതാണ് രണ്ടും തമ്മിലുള്ള. അപ്പോൾ ഹെമിസ്ഫിയർ വരയ്ക്കുമ്പോൾ അപ്പാട് ഫേസ് ചെയ്യുന്ന രീതിയിലും ഡൗൺവാർഡ് ഫേസ് ചെയ്യുന്ന രീതിയിലും നമുക്ക് ഹെമിസ്ഫിയർ വരയ്ക്കാൻ അറിയണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്കൊരു ഫ്രസ്റ്റം എന്ന് പറയുന്നൊരു സാധനം വരയ്ക്കാനുണ്ട്. ഫ്രസ്റ്റം വരയ്ക്കാം. അപ്പോൾ ഈ ഫ്രസ്റ്റം എങ്ങനെയാണ് വരയ്ക്കുന്നത്? നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം അത് കാണുക. ഫ്രസ്റ്റം കണ്ട് എല്ലാവർക്കും ചിലപ്പോൾ നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്ന സിലബസിൽ ചിലപ്പോൾ ഫ്രസ്റ്റം ഉണ്ടോ എന്നില്ലയോ എന്ന് ചെക്ക് ചെയ്യുക. എഴുതി വെച്ചിട്ടുണ്ടാവും ഫ്രസ്റ്റം ഓഫ് കോണെന്നോ ഫ്രസ്റ്റം ഓഫ് സ്പിയർ അല്ലെങ്കിൽ പിരമിഡെന്നോ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ. ഫ്രസ്റ്റം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്ത് കളയുന്ന സാധനമാണ് അല്ലേ? നമ്മൾ സെക്ഷൻ വരയ്ക്കുമ്പോൾ നടുക്ക് വെച്ച് നമ്മൾ കട്ട് ചെയ്യൂലേ, ഒരു സോൾഡ് എടുത്ത് വെച്ചിട്ട് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഫ്രസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതൊരു എന്തിൻ്റെ കേസ്, ഒരു ഹെക്സഗണൽ പിരമിഡ് നമുക്ക് ഫ്രസ്റ്റം ആക്കി കഴിഞ്ഞാൽ ആ ഫ്രസ്റ്റത്തിൻ്റെ ഐസോമെട്രിക് വ്യൂ എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ്. നമ്മളിപ്പോൾ നേരത്തെ സ്പിയർ വരച്ചു, പിന്നെ അതിന് മുമ്പ് സിലിണ്ടർ വരച്ചു, പിന്നെ അതിന് മുമ്പ് കോൺ വരച്ചു, അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്തു? പിരമിഡ് വരച്ചു, പിരമിഡിൻ്റെ വരച്ചു, അതിന് മുമ്പ് പ്രിസം വരച്ചു, ഇതിന് മുന്നേ നിങ്ങൾ പ്രിസം വരച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾക്ക് ഫ്രസ്റ്റം കൂടെ പഠിച്ചതിന് ശേഷം ഫ്രസ്റ്റം ഓഫ് കോണല്ല, ഫ്രസ്റ്റം ഓഫ് ഒരു പിരമിഡ് വരച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ക്വസ്റ്റ്യനായിട്ട് ഫ്രസ്റ്റം ഓഫ് കോൺ വരയ്ക്കാം. ഇത് രണ്ടും കൂടെ കണ്ടതിന് ശേഷം മാത്രം
നമുക്ക് എന്ത് ചെയ്യാം, ഐസോമെട്രിക് വ്യൂ ഓഫ് ഐസോമെട്രിക് പ്രൊജക്ഷൻ നമ്മളെങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതിന് ഒരു ഐസോമെട്രിക് സ്കെയിൽ നമ്മളെങ്ങനെ കണ്ടുപിടിക്കുമെന്നുള്ളതും പഠിക്കാനായിട്ടുണ്ട്. പ്രൊജക്ഷൻ്റെ കാര്യം ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് പറഞ്ഞു പോകും. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, നമ്മൾ ഇത്രയും ഐസോമെട്രിക് വ്യൂസാണ് വരച്ചത്. അപ്പോൾ പ്രൊജക്ഷൻ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. നമുക്ക് ഫ്രസ്റ്റം ഓഫ് എന്താണ് ഞാൻ പറയുന്നത്, ഐസോമെട്രിക് പ്രൊജക്ഷൻ പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ അടുത്ത ഫ്രസ്റ്റം ഓഫ് പിരമിഡ് പഠിക്കുമ്പോൾ ഐസോമെട്രിക് വ്യൂ വരയ്ക്കുന്ന രീതിയിൽ തന്നെ പഠിക്കും. കാരണം ഫ്രസ്റ്റം നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് അറിയണം. പിന്നെ ഫ്രസ്റ്റം ഓഫ് കോൺ വരയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ വെച്ച് അത് വരയ്ക്കാം. പ്രൊജക്ഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു ബോക്സിനകത്താക്കി നമ്മൾ വെക്കുമല്ലേ, ആ ബോക്സിനകത്താക്കുമ്പോൾ ഉണ്ടാകുന്ന സ്കെയിൽ വേരിയേഷൻ, ഐസോമെട്രിക് സ്കെയിൽ വേരിയേഷൻ എന്ന് പറയുമല്ലോ, ആ സ്കെയിലും കൂടി നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്താൽ അതെങ്ങനെ ആ സ്കെയിലും കൂടി ഉൾപ്പെടുത്തി വരയ്ക്കുന്നതാണ് ഐസോമെട്രിക് പ്രൊജക്ഷൻ. അപ്പോൾ ഐസോമെട്രിക് പ്രൊജക്ഷൻ വരുമ്പോൾ ആ വ്യത്യാസം ഉണ്ടാകുന്നുള്ളത് അപ്പം നോക്കാം. അപ്പോൾ അടുത്ത നമ്മളപ്പോൾ നോക്കാൻ പോകുന്നത് എന്താണ്, ഫ്രസ്റ്റമാണ്. അതായത് ഒരു പിരമിഡ് എടുത്തിട്ട് അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതാണ് സംഭവം.